പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, ഏവർക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വയൗമ യഹ്ശുറുഹും കഅൻ ലം യൽബസൂ. അവൻ അവരെ ഒരുമിച്ച് കൂട്ടുന്ന ദിവസം പകലിൽ നിന്ന് അല്പസമയം മാത്രമേ അവർ ഇഹലോകത്ത് കഴിച്ചു കൂട്ടിയിട്ടുള്ളൂ എന്ന പോലെ തോന്നും. അവർ അന്യോന്യം തിരിച്ചറിയുന്നതുമാണ്. അള്ളാഹുവുമായി കണ്ടുമുട്ടുന്നതിനെ നിഷേധിച്ചു തള്ളിയവർ നഷ്ടത്തിലായിരിക്കുന്നു. അവർ സന്മാർഗം പ്രാപിക്കുന്നവരായതുമില്ല. അപ്പോൾ അള്ളാഹു നമ്മളെല്ലാം ഒരുമിച്ച് കൂട്ടും അന്ത്യനാളെടുക്കുമ്പോൾ. അന്ത്യനാളിനെ പറ്റി പ്രവാചകൻ പറഞ്ഞത്, അന്ത്യനാളെടുക്കുമ്പോൾ മഹദി ഇമാം വരും. 1500 വർഷം, എൻ്റെ സമുദായം 1500 വർഷത്തിനപ്പുറത്തേക്ക് പോവില്ല എന്നാണ് പറഞ്ഞത്. അപ്പം ഏകദേശം 1500 ആവാനായിട്ടുണ്ട്. 1450 ആയിട്ടുണ്ട്. ഒരു 80 വർഷം കൂടിയേ ഉള്ളൂ പ്രവാചകൻ പറഞ്ഞ 1500. അപ്പം മഹദി ഇമാം വരേണ്ട സമയമായിട്ടുണ്ട്. 1500 കൃത്യമായിട്ട് 1500 ആവണമെന്നില്ല. 1500 അപ്പുറത്തേക്ക് പോവില്ല എന്ന് പറയുമ്പം 1400 ചില്ലറയിൽ എത്രയും ആവാം. 1450 60 എത്ര വേണമെങ്കിലും ആവാം. അപ്പം മഹദി ഇമാം വരും. പിന്നെ അദ്ദേഹത്തിൻ്റെ കാലത്ത് തന്നെ ഈസാ നബി വരും. മഹദി ഇമാം 7 വർഷം മറ്റോ ഭരിക്കും മറ്റോ തോന്നുന്നു. ഈസാ നബിയും പിന്നെ 60 വയസ്സ് വരെ മരിക്കും, വിവാഹം കഴിക്കും, മരിക്കും എന്ന് പറയപ്പെടും. പിന്നെ മഹദി ഇമാമിൻ്റെ കാലശേഷം പിന്നീടും പിന്നെ ലോകം നശിക്കും. മഹദി ഇമാം ലോകം മുഴുവനും ഇസ്ലാമിക ഭരണം കൊണ്ടുവരും. ഇസ്ലാമിൻ്റെ വെണ്ണിക്കോടി ലോകം മുഴുവൻ പാടിക്കളിക്കും. എങ്ങും സമാധാനത്തിൻ്റെ ഒരു നാളായിരിക്കും. ഉമർ ഖലീഫയുടെ ഭരണം പോലെ സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഭരണം. എല്ലാ കാർഷിക വിഭവങ്ങളും അതിൻ്റെതായ മുഴുവനും ഫലവും പുറത്തെടുക്കും. ഇപ്പോൾ നമ്മൾ തെങ്ങ് വെച്ച് കഴിഞ്ഞാൽ അത് 1/3 മണ്ടിരിയായിട്ട് പോകും. എന്തൊരു വിളവെടുത്താലും അല്ലേ, നെല്ലാണെങ്കിൽ ചായയായിട്ട്. പക്ഷെ മഹദി ഇമാമിൻ്റെ കാലത്തൊക്കെ യാതൊരു കീടങ്ങളും ഒന്നും ഉണ്ടാവില്ല. അത് മാത്രമല്ല, മണ്ണ് അതിൻ്റെ എല്ലാ ഇതും പുറത്തേക്ക് കൊണ്ടുവരും. ഇപ്പോൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അല്ലാഹു മനുഷ്യർക്ക് വേണ്ടിയിട്ടാണ് എല്ലാ സൃഷ്ടികളും സൃഷ്ടിച്ചത് അല്ലേ. മനുഷ്യർക്ക് കീഴ്പ്പെടുത്താൻ എല്ലാ മാലാഖമാർ വരെ മനുഷ്യനെ സുജൂദ് ചെയ്യിപ്പിച്ചു അല്ലാഹു അല്ലേ. മനുഷ്യൻ്റെ പവർ എത്രയാണല്ലേ. ജിബ്രീൽ അലൈഹി ഇസ്ലാമിനോട് വരെ മനുഷ്യൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ പറയും. ദൈവത്തിൻ്റെ ഒരു അംശം ഉള്ളത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. മനുഷ്യരിൽ ദൈവമായി മാറേണ്ടവരാണ് മനുഷ്യൻ എന്നതുകൊണ്ടാണല്ലോ മനുഷ്യൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്യിപ്പിച്ചത്. ശപിക്കപ്പെട്ട ഇബ്ലീസിനെ പറ്റിക്കാനും മനുഷ്യനെ അകപ്പെടുത്താനും വേണ്ടി അള്ളാഹു ഉപയോഗിച്ച തന്ത്രവുമാണത്. ഏതായാലും ഈ സസ്യങ്ങളുമൊക്കെ മനുഷ്യർക്ക് വേണ്ടിയുള്ളതാണ്. ഇപ്പം മനുഷ്യ ചെകുത്താൻ്റെ കക്ഷികളായ പിന്നെ അത് ഫലങ്ങൾ പുറത്തേക്ക് വിടില്ലല്ലോ. ഇപ്പോൾ ഒരു ഇപ്പോൾ ഞാൻ ഇവിടെ നിൽക്കുന്ന സ്ഥലത്തുള്ളൊരു മാങ്ങയുണ്ട്. അത് മൊത്തം മാങ്ങയും പഴുത്ത് കഴിഞ്ഞാൽ പുഴു വെച്ചു. പച്ചയിൽ നമുക്ക് പറിച്ച് നമുക്ക് ഉപ്പിലിടുകയൊക്കെ ചെയ്യാം. പക്ഷെ പഴുത്ത് കഴിഞ്ഞാൽ അത് പുഴു വെക്കും. അതാണ്. അപ്പം അതിപ്പോൾ ഒന്നാമത് നമ്മളെ മനുഷ്യരൊക്കെ മോശമായത് കൊണ്ടും ഒക്കെയാണത്. നല്ല മനുഷ്യർക്ക് ഭക്ഷിക്കാൻ വേണ്ടിയിട്ടാണല്ലോ അതൊക്കെ സൃഷ്ടിച്ചത്. അപ്പം മനുഷ്യരൊക്കെ ദുഷിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ടാണ് ഇപ്പം നമ്മൾ ഏതൊരു ഫലം എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ സ്വാദിഷ്ടം കിട്ടാത്തത്. പഴമക്കാരോടൊക്കെ പറയും പണ്ട് കാലത്തുള്ള ആ സ്വാദൊന്നും ഇപ്പോഴത്തെ ഫലങ്ങൾക്കില്ല. എൻ്റെ അമ്മ പണ്ട് ഉണ്ടായിരുന്ന മത്തീൻ്റെ ആ സ്വാദൊന്നും ഇപ്പോഴത്തെ മത്തിക്കില്ല എന്ന് പറയും. ഒന്നാമത് നമ്മൾ മനുഷ്യർ മോശമായി മനുഷ്യരുടെ മനസ്സ് ദുഷിച്ചു. അപ്പം പിന്നെ അവർക്ക് വേണ്ട വിഭവങ്ങൾ കൊടുക്കരുത്. അള്ളാഹുവിൻ്റെ ഓർഡറാണ്. എല്ലാ ജീവജാലങ്ങൾക്കും അള്ളാഹു ഒരു ഓർഡർ കൽപ്പന കൊടുത്തിട്ടുണ്ട്. മനുഷ്യർക്ക് വേണ്ട ഭക്ഷണം നിങ്ങൾ നൽകണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മനുഷ്യരിൽ അള്ളാഹുവിൻ്റെ അംശമുണ്ട്. ഇപ്പം മനുഷ്യരിലൊക്കെ ചെകുത്താൻ്റെ അംശമാണ്. അതുകൊണ്ട് മനുഷ്യർക്ക് വേണ്ട വിഭവങ്ങൾ അതിൽ നിന്ന് കിട്ടുകയുമില്ല. പറഞ്ഞു വരുന്നത്, മഹദി ഇമാമിൻ്റെ കാലത്ത് എല്ലാ കാർഷിക ഉൽപ്പന്നങ്ങളും അതിൻ്റെ യഥാർത്ഥ ഫലം പുറത്തു വീഴും. അങ്ങനെ നല്ലൊരു സമൃദ്ധിയുടെ ലോകമായിരിക്കും. അങ്ങനെ മഹദി ഇമാം മരിക്കും. പിന്നീട് കുറെ കാലം അതിലെങ്ങനെ ജനങ്ങൾ ജീവിക്കും, നല്ല രീതിയിൽ സത്യസന്ധമായി ജീവിക്കും. പിന്നെ കുറേ കഴിയുമ്പോൾ മനുഷ്യർ പതുക്കെ ഭൗതിക പ്രേമികളായ ആൾക്കാർ കടന്നു വരും.
പിന്നെ അവരുമായിട്ട് ഞാൻ എൻ്റെ ചെറുപ്പത്തിലൊക്കെ അധികം ധാർമ്മിക ബോധമുള്ള ആൾക്കാർ. പണ്ടൊക്കെ ബസ്സിലൊക്കെ കയറി കഴിഞ്ഞാൽ ഓടി വന്ന് സീറ്റ് പിടിക്കുന്ന പരിപാടിയൊന്നും ഇല്ലായിരുന്നു ആർക്കും. കാരണം മറ്റുള്ളവർ ഇരുന്നോട്ടെ എന്നുള്ളൊരു ഇതാണ്. അപ്പോൾ നമുക്കും എന്ത് ചെയ്യേണ്ട, നമുക്കും സീറ്റ് ഓടി വന്ന് സീറ്റ് പിടിക്കേണ്ട, മനസ്സിലായില്ല. ആരും തിരക്ക് വിട്ട് സീറ്റ് പിടിക്കൊന്നുമില്ല. അപ്പോൾ നമുക്ക് സാവധാനം കയറി വന്നാലൊക്കെ മതി. ഉണ്ടെങ്കിൽ ഇരിക്കുക, ഇല്ലെങ്കിൽ ഇരിക്കേണ്ട, അത്രേ ഉള്ളൂ. ഇപ്പം എല്ലാവരും ഭൗതിക പ്രേമികളാണ്. അപ്പോൾ നമ്മളും നമ്മുടെ മക്കൾക്ക് ഭക്ഷണം നൽകാൻ വേണ്ടി നമ്മളും ചിലപ്പം എന്ത് ചെയ്യേണ്ടി വരും, കടിപിടി കൂടേണ്ടി വരും, മനസ്സിലായില്ലേ. ഒരു ഭക്ഷണം നൽകുന്നിടത്ത് ഭയങ്കര തിക്കും തിരക്കാണ്. നമ്മളെപ്പുറത്ത് നമ്മളെ മക്കൾ കാത്തിരിക്കുന്നുണ്ട് ഭക്ഷണത്തിന് വേണ്ടി. അപ്പോൾ നമുക്കും തിക്കും തിരക്കും കൂട്ടേണ്ടി, കാരണം അല്ലാതെ നമുക്ക് കിട്ടില്ല, നേരം വൈകിപ്പോവും. പണ്ട് അങ്ങനെ ഇല്ലായിരുന്നു. പണ്ട് ആരും തിക്കും തിരക്കും കൂട്ടില്ല, ക്ഷമയോട് വഴി നിൽക്കും, ഭക്ഷണം കിട്ടുകയും ചെയ്യും. ഇപ്പോൾ ലോകം ദുഷിച്ചപ്പോൾ മറ്റുള്ളവരൊക്കെ നമ്മൾ ആ ദുഷിപ്പ് നമ്മളിലേക്കും വരികയാണ്. അപ്പം പറഞ്ഞു വരുന്നത്, മരിയമ്മാമിൻ്റെ കാലശേഷം കുറേ കാലം, 100 കൊല്ലമെങ്കിലും നല്ല രീതിയിൽ അങ്ങനെ പോകും. പിന്നീട് പതുക്കെ ചില ഭൗതിക പ്രേമികളായ ആൾക്കാർ വരും. അങ്ങനെ പിന്നെ അവരെ മറികടക്കാൻ വേണ്ടി മറ്റുള്ളവരും നിർബന്ധിത അവസ്ഥയിലാവും. അങ്ങനെ പിന്നെ വീണ്ടും ഈ കാലഘട്ടം പോലെ മരിയമ്മാമ വരുന്നതിന് തൊട്ട് മുമ്പുള്ള കാലഘട്ടം വളരെ മോശം കാലഘട്ടമായിരിക്കും. നമുക്ക് തന്നെ അറിയാമല്ലോ. അപ്പം അധികാരത്തിന് വേണ്ടി വടം വലി കൂടുമ്പോൾ ജയിച്ചു അല്ലേ, കോൺഗ്രസ് ജയിച്ചു. എന്നിട്ടും അവർ നേരെ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാൻ അവർക്ക് കഴിയുന്നില്ല. കാരണം ഒറ്റ മുഖ്യമന്ത്രിയായാലും മറ്റും പാരവെക്കും. അപ്പോൾ അതാണ് അവസ്ഥ. അപ്പം ഇങ്ങനത്തെ ഒരു കാലഘട്ടമാണ് മരിയമ്മാമ വരുന്നതിന് തൊട്ട് മുമ്പുള്ള കാലഘട്ടം. മരിയമ്മാമ വന്ന ശേഷമാണ് ഇതൊക്കെ പരിഹരിക്കുക. അദ്ദേഹം 7 വർഷം കൊണ്ടാണ് അതൊക്കെ ശേഷം പരിഹരിക്കുക. അപ്പോഴാണ് ഈസാ നബി വരിക. എന്നിട്ട് ദജ്ജാലിനെ വധിക്കും. ദജ്ജാൽ എന്ന് വെച്ചാൽ ഇബ്ലീസിന് ഇരിക്കാനുള്ളൊരു കൂടാണല്ലേ, ഇബ്ലീസിന് സഞ്ചരിക്കാനുള്ള വാഹനം, ശപിക്കപ്പെട്ട ഇബ്ലീസ് സഞ്ചരിക്കാനുള്ള വാഹനം. അപ്പം ഇബ്ലീസ് ഒരു ശക്തിയാണ്, അവനെ കൊല്ലാൻ കഴിയില്ല. ഊർജത്തെ കൊല്ലാൻ കഴിയാത്ത പോലെ ശക്തി കൊല്ലാൻ കഴിയില്ല. ശപിക്കപ്പെട്ട ഇബ്ലീസ് എന്ത് ചെയ്യും, ദജ്ജാൽ എന്ന വാഹനത്തിൽ കയറും. അപ്പോൾ കൊല്ലും. ഈസാ നബിയെ ഒന്ന് കൊന്ന് കുന്തത്തിൽ രക്തം കാട്ടിക്കൊടുക്കും എന്ന് പറയുന്നുണ്ട്. അപ്പം പിന്നെ ഇബ്ലീസ് ഇല്ലാത്തൊരു കാലഘട്ടമാണ്. അപ്പം എന്ന് സമാധാനപൂർണ്ണമായിട്ടും വസിക്കും. പിന്നെ എങ്ങനെ ദുഷിക്കുന്നു എന്ന് വെച്ചാൽ, ചിലപ്പം രണ്ടാമതും ഇബ്ലീസ് ആവിർഭവിക്കുകയായിരിക്കും. അല്ലെങ്കിൽ മനുഷ്യർ തന്നെ, ഇബ്ലീസ് ഇല്ലാതെ തന്നെ മനുഷ്യരെ ദുഷിക്കാൻ തുടങ്ങും. ഭൗതിക പ്രേമം മൂലം മനുഷ്യരെ ദുഷിക്കാൻ തുടങ്ങും. അപ്പോൾ വീണ്ടും ലോകാവസാനം ഉണ്ടാവും. അള്ളാഹു എല്ലാവരും ഒരുമിച്ച് കൂട്ടും. മരിച്ചവരെല്ലാം ഖബറുകളിൽ നിന്ന് എഴുന്നേറ്റ് ധൃതിയിൽ നടന്നു പോകും അല്ലേ. ഒരു പശുക്കിടാവ് ജനിച്ച ഉടനെ തന്നെ അത് മാതാവിൻ്റെ അകിട്ടിൻ്റെ അടുത്തേക്ക് പാല് കുടിക്കാൻ പോകുന്ന വഴി ഈ മാതിരി ഈ ഖബറിൽ നിന്ന് എഴുന്നേറ്റ ആൾക്കാരൊക്കെ ധൃതിയിൽ നടന്നു പോകും. മഹ്ശറിലേക്ക് എല്ലാവരും വരിവരിയായി നിൽക്കും. പിന്നെ എല്ലാവരും നഗ്നരായിരിക്കും എന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. പ്രസവിച്ചു വീണ കുഞ്ഞിനെ പോലെ നഗ്നരായിരിക്കും. പിന്നെ ഒരുമിച്ച് പകലിൽ അല്പസമയം മാത്രമേ അവർ കഴിഞ്ഞിട്ടുള്ളൂ എന്നവർ പറയും. കാരണം എത്രയോ കാലം, യുഗങ്ങളോളം അവർ ഖബറിൽ കിടന്നിട്ടുണ്ടാവും. അത് മാത്രമല്ല, നമ്മുടെ അവസ്ഥ കാരണം നമുക്ക് എന്ത് ചെയ്യും, അത് വലിയ ദീർഘിച്ചതായി തോന്നും അല്ലേ. നമുക്കിപ്പോൾ ക്ലാസ് റൂമിൽ അല്ലേ, പിന്നെ തീരെ പഠിക്കാത്ത കുട്ടിക്ക് ക്ലാസ് റൂമിൽ ഇരിക്കുന്നത് ഒരു 2 ദിവസം ഇരിക്കുന്ന മാതിരി ഉണ്ടാവും അല്ലേ. ഒരു 5 മണിക്കൂർ ക്ലാസ്സിൽ ഇരിക്കുന്നത് 50 മണിക്കൂർ ഇരിക്കുന്ന മാതിരി ഉണ്ടാവും. പക്ഷെ പഠിക്കുന്ന കുട്ടികൾക്കോ ആ ക്ലാസ് റൂമിൽ ഇരിക്കുന്നത് ആ മണിക്കൂർ കടന്നു പോകുന്നത് അറിയില്ല. കാരണം അവന് ആഹ്ലാദകരമാണ്. ഓരോ പീരീഡിലും അധ്യാപകൻ വന്നാൽ ആ കുട്ടിയെ അനുമോദിക്കുകയും ആ കുട്ടിക്ക് വേണ്ട അറിവുകൾ കൊടുക്കുകയും കുട്ടിക്ക് അധ്യാപകർ സംശയം ചോദിക്കുകയും തീർത്തു കൊടുക്കുകയും ഒരു ഉന്മേഷം ആ കുട്ടി കിട്ടുമ്പോൾ മണിക്കൂറുകൾ കടന്നു പോകുന്ന അറിയില്ല. പക്ഷെ പഠിക്കാത്തവൻ എങ്ങനെയെങ്കിലും ഒന്ന് കഴിഞ്ഞ് കിട്ടിയാൽ മതി എന്ന് വെച്ചിരിക്കുന്നു. അപ്പോൾ അവനൊരു 5 മണിക്കൂർ ക്ലാസ് ഇരിക്കേണ്ടവന് 50 മണിക്കൂർ ഇരിക്കുന്ന മാതിരി തോന്നും. അതുപോലെ തന്നെ ഖബറിൽ ഇടുങ്ങിയൊരു മുറിയിൽ അല്ലേ കാലങ്ങളോളം അവർക്ക് വളരെ ഒരു ദീർഘിച്ചമായി തോന്നും. അപ്പോൾ അവർ പറയും ഇഹലോക ജീവിതം വളരെ തുച്ഛമായിരുന്നു, ഒരു ദിവസമോ ഒരു ദിവസത്തിന് അല്പഭാഗം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നവർ പറയും. അത് മാത്രമല്ലാതെ തന്നെയും
ഇപ്പോൾ ഖബറിലെ കാലയളവ് എത്രയോ നീണ്ടതാണല്ലോ അല്ലേ. അപ്പം ആദം നബി ഭൂമിയിൽ ജീവിച്ചത് 1000 വർഷമാണെന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ അദ്ദേഹം മരിച്ചിട്ട് ഇപ്പോൾ എത്ര വർഷമായി? 8000 വർഷമായി അല്ലേ. അപ്പോൾ 8000, അപ്പോൾ 8/1 അല്ലേ, ഒരു ദിവസത്തിൻ്റെ 8/1 അല്ലേ മൊത്തം അദ്ദേഹം കഴിച്ചു കൂട്ടിയ വർഷങ്ങളുടെ 8/1 മാത്രമാണ് അദ്ദേഹം ഭൂമിയിൽ ഉണ്ടായിരുന്നത്. അത് മാത്രമല്ല, നമ്മൾ ഒന്നാമത്തെ കാഹളം ഊതിയിട്ട് യുഗങ്ങൾ കഴിഞ്ഞിട്ടാണ് രണ്ടാമത്തെ കാഹളം ഊതുക. അപ്പോഴാണ് നമ്മളൊക്കെ എണീച്ചു വരിക. അപ്പോൾ അതും കൂടി കൂടും. അത് ചിലപ്പോൾ ഒരു 10,000 വർഷം അതും ഉണ്ടാവും. ചിലപ്പോൾ 18 മണിക്കൂറിൽ വെറും 1 മണിക്കൂർ മാത്രമാണ് ഭൂമിയിൽ അദ്ദേഹം ഉണ്ടായിരുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ അവർ പറയും, പകലിൽ നിന്ന് അല്പസമയം മാത്രമേ അവർ ഈ ലോകത്ത് കഴിച്ചു കൂട്ടിയിട്ടുള്ളൂ എന്ന് അവർ പറയും. അവർ അന്യോന്യം തിരിച്ചറിയും, മനസ്സിലെ. കാരണം എത്ര നമുക്ക് ആദം നബിയെ പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവും, ഇബ്രാഹിം നബിയെ കണ്ടാൽ മനസ്സിലാവും, നമ്മുടെ വല്യപ്പമാരൊക്കെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും. അങ്ങനെയുള്ള സംവിധാനം അല്ലാഹു ഏർപ്പെടുത്തി വെക്കും. ഇപ്പം DNA ഇതൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ അതൊക്കെ മനസ്സിലാക്കാനുള്ള സംവിധാനങ്ങളും ഒക്കെ ഉണ്ടാവും. ഇപ്പം ബാർകോഡൊക്കെ ഉണ്ടല്ലോ ഒരു ഉൽപ്പന്നത്തിന് കണ്ടാൽ ഇന്ന ഉൽപ്പന്നമാണ്, ഉൽപ്പന്നത്തിൻ്റെ ഗുണസവിശേഷങ്ങളൊക്കെ അതിൽ കിട്ടില്ല. അതുപോലെ ഉള്ള സംവിധാനം അല്ലാഹു നിശ്ചയിച്ചിട്ടുണ്ടാവും. കാണുന്ന മാത്രയിൽ നമ്മുടെ പിതാമഹനാണ്, പിതാവിൻ്റെ പിതാവാണ്, അല്ലെങ്കിൽ നമ്മുടെ 3ാം തലമുറയിൽപ്പെട്ട പിതാവാണ് എന്നൊക്കെ പെട്ടെന്ന് മനസ്സിലാവാനുള്ള സംവിധാനം ഉണ്ടാവും. അതിനുള്ള അറിവ് നമുക്ക് നൽകും. അതുപോലെ തന്നെ മരിച്ച ആളുകൾ ചിലപ്പോൾ ഭൂമിയിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ അവർക്ക് അറിയാനും കഴിയുന്നുണ്ടാവും ചിലപ്പോൾ, മനസ്സിലെ. അപ്പോൾ അവർക്ക് നമ്മുടെ മക്കളൊക്കെ മുഖമൊക്കെ ഓർമ്മ ഉണ്ടാക്കും. ഇപ്പോൾ നമ്മുടെ എൻ്റെ വല്യപ്പ ഭൂമിയിലുണ്ടെന്ന് കൂട്ടുക. നമുക്ക് അദ്ദേഹത്തെ കാണാൻ അദ്ദേഹം നമ്മളെ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ മുഖവും എൻ്റെ മക്കളുടെ മുഖം, എൻ്റെ വീട്, കാര്യങ്ങളൊക്കെ അദ്ദേഹം കാണുന്നുണ്ട്. ഒരു പ്രവാചകൻ എന്നൊരു സിനിമ ഉണ്ടേന്, എന്തോ ഒരു പേര് ഓർമ്മയില്ല, ജയറാമിൻ്റെ സിനിമയാണ്. മരിച്ചിട്ടുള്ള ഒരു പ്രേതത്തിൻ്റെ ഒരു കഥയാണ്. അപ്പോൾ അവർക്ക് ഇങ്ങോട്ടൊക്കെ കാണാം, പക്ഷെ ഇവർക്ക് ഭൂമിയിലുള്ളവർക്ക് അദ്ദേഹത്തെ കാണാൻ കഴിയില്ല. അപ്പം അതുപോലെ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഭൂമിയിലുണ്ട്. അപ്പോൾ അവർക്ക് മനസ്സിലാവും ആളെന്നെ ഇന്ന ആളാണ് എളുപ്പം മനസ്സിലാവുമല്ലോ. അപ്പോൾ അങ്ങനെയുമായിരിക്കാം അള്ളാഹു വേല. അപ്പോൾ അവരങ്ങനെ തിരിച്ചറിയുന്നതാണ് എന്നാണ് ഇവിടെ പറയുന്നത്. എന്നിട്ട് പറയാം, അള്ളാഹുവുമായി കണ്ടുമുട്ടുന്നത് നിഷേധിച്ച് തള്ളിയവർ നഷ്ടത്തിലായിരിക്കുന്നു, അവർ സന്മാർഗം പ്രാപിക്കുന്നവരായതുമില്ല. അപ്പോൾ അള്ളാഹുവിനെ കണ്ടുമുട്ടുകയില്ല എന്ന് കരുതുന്നവർ നഷ്ടത്തിലകപ്പെട്ടു. ഇപ്പോൾ ഒരു പ്രമുഖ എഴുത്തുകാരനോട് ഒരാൾ ചോദിച്ചു, ദൈവമുണ്ടോ ഇല്ലേ എന്ന് ചോദിച്ചു. അപ്പം അദ്ദേഹം പറഞ്ഞു, ദൈവമുണ്ട് എന്ന് വിശ്വസിച്ച് ജീവിക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ നമ്മളിപ്പം ദൈവമുണ്ടെന്ന് കരുതി ദൈവത്തിന് വേണ്ട ആരാധനകൾക്ക് എടുത്ത് ജീവിച്ച് മരിച്ചു കഴിഞ്ഞാൽ ദൈവമില്ലെങ്കിൽ നമ്മൾ നഷ്ടമൊന്നുമില്ല. ഭൂമിയിൽ കുറച്ച് ആരാധനയ്ക്ക് വേണ്ടി സമയം ചിലവഴിച്ചു എന്നേ ഉള്ളൂ. പക്ഷേ ദൈവം അവിടെ ഉണ്ടെങ്കിൽ, ഇല്ലയെന്ന് കരുതി ദൈവം അവിടെ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഭൂമിയിലേക്ക് രണ്ടാമത് തിരിച്ചു പോകുക സാധ്യമല്ല. കാലാകാലം നമുക്ക് ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അപ്പം നമ്മളത് ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുന്നത് നല്ലത്. ഇപ്പം മഴക്കാലത്ത് ഇപ്പോൾ കുട എടുത്ത് ശേഷം നമ്മൾ നഷ്ടമൊന്നുമില്ല, മഴ പെയ്തില്ല, കുട നമ്മുടെ കക്ഷത്തിലിരിക്കും, അത്രയേ ഉള്ളൂ, ഒരു കുഴപ്പമില്ല. പക്ഷേ മഴ പെയ്താലോ ആകെ കുടുങ്ങിയില്ലേ. ഇന്നലെ ഇപ്പോൾ ഞാനിപ്പോൾ സ്ത്രീ ഉണ്ട്, മഴ കൊണ്ട് നടന്നു പോവാം ഒരു വൈകുന്നേരം. കാരണം ആ മഴ വൈകുന്നേരം കുറേ കഴിഞ്ഞിട്ടാണ്, 1-2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് മഴ നിന്നത്. കാത്തു നിൽക്കുകയല്ലേ ഉണ്ടാവുള്ളൂ. ആ സ്ത്രീക്ക് ഇവിടെ പോകാനുള്ളതായിട്ടാന്ന് തോന്നുന്നു. രാമാശ്രീ വീട്ടിലേക്ക് ഇട്ടാന്ന് തോന്നുന്നു. വീട്ടിലേക്ക് പോകാനിട്ടാന്ന് തോന്നുന്നു. എന്തായാലും മഴ നനഞ്ഞു പോവുകയാണ്. കാരണം വൈകുന്നേരം ആയില്ലേ, കാത്തിരിക്കാൻ രാത്രിയാവുകയും ചെയ്യും. മഴയും കൊണ്ട് പല ആൾക്കാരും ഞാൻ ഇന്നലെ കണ്ടു, മഴയത്ത് അവിടെയും ഇവിടെയും കീറി നിൽക്കുന്നത് ഒക്കെ കണ്ടു. അപ്പോൾ കുട ഉണ്ടെങ്കിലോ, കുട കൈമേൽ പിടിച്ചാൽ മതി, വേറെ നഷ്ടമൊന്നുമില്ലല്ലോ. മഴ ഇല്ലെങ്കിൽ എന്താ, കൈമേലൊരു കുട പിടിക്കണം, എല്ലാവരും 2 കൈ ഫ്രീ ആണ്, ഒരു കയ്യിൽ കുട പിടിക്കണം, അത്രയേ ഉള്ളൂ. അതുപോലെ നമ്മൾ ദൈവമുണ്ട് എന്ന് വിശ്വസിച്ച് ആരാധനാകർമ്മങ്ങൾ ചെയ്യുന്നതാണ് നമുക്ക് ഉത്തമം. അപ്പോൾ ഇവിടെ പറയാം, അള്ളാഹുവിനെ കണ്ടുമുട്ടുമെന്ന് നിശ്ചയിച്ച് തള്ളിയവർ നഷ്ടത്തിലായിരിക്കുന്നു, അവർ സന്മാർഗം പ്രാപിക്കുന്നവരായതുമില്ല. അപ്പോൾ എല്ലാം കാണുന്നവനെ നാഥാ, നീ ഞങ്ങളെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നിനക്ക് വേണ്ട ആരാധന കർമ്മങ്ങളെല്ലാം എടുത്ത്
നിൻ്റെ സന്നിധിയിലേക്ക് വിജയശ്രീ ലാളിതരെ എത്തുവാനും അങ്ങനെ നിൻ്റെ അനുഗ്രഹമാവുന്ന സ്വർഗം നമുക്ക് നീ നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണം തമ്പുരാനെ. നമ്മളിൽ ഏവരും പാപികളാണ്. നമ്മളെ പാപത്തിൽ നീ കയറൂരി വിടല്ലേ തമ്പുരാനെ. നമ്മൾ പാപത്തിലേക്ക് പോകുമ്പോൾ നീ ഞങ്ങൾ പിടിച്ചു വെക്കുകയും നന്മ ചെയ്യാൻ നമുക്ക് തോന്നിപ്പിച്ച് തരികയും ചെയ്യണമേ തമ്പുരാനെ. ഒന്നും നമ്മുടെ കയ്യിലല്ല. നമ്മൾ എന്ത് നന്മ ചെയ്യുന്നു നിൻ്റെ അനുഗ്രഹത്താലാണ്. തിന്മ ചെയ്യുന്നതാവട്ടെ നമ്മുടെ ദുർമോഹം നിമിത്തവുമാണ്. അതിനാൽ നന്മകൾ ചെയ്യാൻ നീ നമുക്ക് ഉദവി നൽകണമേ തമ്പുരാനെ. അങ്ങനെ പരലോക സ്വർഗം ലഭിക്കുന്ന ഭാഗ്യന്മാരിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണം തമ്പുരാനെ. ആമേൻ.